സന്യാസ ജീവിതം ആധുനിക കാലഘട്ടത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒന്നാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും മാനസികവും ശാരീരികവുമായി അവശത അനുഭവിക്കുന്നവരും സമൂഹത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായ വ്യക്തികളെ ചേർത്ത് നിർത്തി 1978 ചങ്ങനാശ്ശേരിക്കടുത്ത് കുന്നന്താനത്ത് പുണ്യവതിയായ ഡോക്ടർ മദർ മേരി ലിറ്റി ദൈവപരിപാലന ഭവൻ പ്രൊവിഡൻസ് ഹോം എന്നൊരു സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ദൈവപരിപാലന ഭവനിലെ സാന്ത്വന സ്പർശത്താൽ മാറ്റം സംഭവിച്ചവർ. അങ്ങനെ 1978 ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് 2 മുറികൾ മാത്രമുള്ള ഒരു വാടക വീട്ടിൽ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതും സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതുമായ ഒരു രോഗിയെ സ്വീകരിച്ചുകൊണ്ട് ആതുരാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ ഞാനും ആ രോഗിയും കൂടെ ആ കൊച്ചു വീട്ടിൽ താമസമാക്കി. 2-3 ദിവസം ഭക്ഷണമൊന്നും പാകം ചെയ്തില്ല. 3-ാം ദിവസം 1/2 കിലോ അരി വാങ്ങി ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആദ്യം ഒരു അലൂമിനിയം കലം വാങ്ങി അതിനകത്ത് കാപ്പി അനത്തി കഞ്ഞിയുണ്ടാക്കി, അതിനകത്ത് തന്നെ കറിയും ഉണ്ടാക്കി. ആദ്യത്തെ ദിവസം ആ വീട് അടിച്ചു തൂത്തുവാരി ഞങ്ങൾ കിടക്കുമ്പോൾ വെളുപ്പിനെ 3 മണി സമയം ബുദ്ധിമാന്ദ്യം ഭവിച്ച കുട്ടികൾക്കും തളർന്നു കിടക്കുന്ന കുട്ടികൾക്കും അപസ്മാര രോഗികൾക്കും അങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ഈ മല്ലപ്പള്ളി, തിരുവല്ല, ചങ്ങനാശ്ശേരി അതിലൂടെയൊക്കെ നടക്കുമ്പോൾ ധാരാളം മാനസിക രോഗികളെ കാണാറുണ്ട്. തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നവർ തലമുടിയും താടിയെല്ലാം അങ്ങ് പിരിച്ചിട്ട് നഖമെല്ലാം നീണ്ട് മുഷിഞ്ഞ് കീറിയ വസ്ത്രങ്ങൾ, ചിലപ്പോൾ 8 ഷർട്ട് 6 ബനിയനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഇവരെയൊക്കെ ഒന്ന് എടുത്ത് സംരക്ഷിക്കാൻ എന്താ വഴി? ഇവരെല്ലാം ഒന്ന് കുളിപ്പിച്ച് മുടിയെല്ലാം വെട്ടി അവർക്ക് ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കണം, അവരെ സംരക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരെ എടുക്കാനുള്ള ഒരു സാഹചര്യവും ഒന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വെങ്കോട്ട ഭാഗത്ത് നിന്ന് തിരുവനന്തപുരംകാരൻ ഒരു പോറ്റി, ജയചന്ദ്രൻ പോറ്റിയെ, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും അയൽപക്കത്തുള്ളവരും കൂടെ ആ മനുഷ്യനെ കൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കയ്യും കാലും ഒക്കെ തല്ലി ഓടിച്ച് അവരെ കൊണ്ടുവന്ന് ഈ മഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ടിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ് ആ നന്മ ചെയ്യുന്ന അവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിട്ട് പോയി. ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, ഇത് ഓട്ടോറിക്ഷക്കാർ സമ്മാനിച്ചതല്ല കേട്ടോ, ദൈവം സമ്മാനിച്ച രോഗിയാണ്, നമുക്കതിനെ എടുത്ത് സംരക്ഷിക്കാം. 2005 HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ചൈൽഡ് വെൽഫെയർ നാഷണൽ അവാർഡ് ലഭിച്ചപ്പോൾ പലരും ഏതാണ്ട് 1 വർഷത്തോളം അനുമോദനങ്ങളുമായിട്ട് വന്നു.
പഞ്ചായത്തുകാർ, നാട്ടുകാർ, പള്ളിക്കാർ, ക്ലബ്ബുകാർ, വീട്ടുകാർ എല്ലാം. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും വലിയ അഭിമാനമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ കിട്ടിയ അവാർഡിനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ അടുത്ത അവാർഡ് കിട്ടാൻ ഇനി പരിശ്രമിക്കുകയല്ലേ വേണ്ടതെന്ന്. പലരും തെറ്റിദ്ധരിച്ചു ഇനി അടുത്ത അവാർഡ് ഇവിടെ കിട്ടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് നിത്യമായ അവാർഡ് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ്. അഞ്ചു മണിക്ക് ഉണരാൻ സമയം എങ്ങനെ അറിയുമെന്ന് ആലോചിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കൃത്യം 5 മണിക്ക് വാതിൽക്കൽ ശക്തമായ മുട്ട് കേട്ടു. ആരെന്നറിയാൻ നോക്കി, ആരെയും കണ്ടില്ല. അന്നു മുതൽ ഇന്നു വരെ ദൈവപരിപാലനയുടെ അത്ഭുതങ്ങളാണ് ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ആദ്യ രാത്രി ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു മണ്ണെണ്ണ വിളക്ക് തന്ന് ഞങ്ങളെ സഹായിച്ചു. ഒരു ദിവസം കറിയൊന്നുമില്ലായിരുന്നു, ചോറ് മാത്രം പാകപ്പെടുത്തി. കുട്ടികൾ പള്ളിയിലെ തിരുനാളിന് അൾത്താരെ അലങ്കരിക്കാനെല്ലാം പോയിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ 1 മണിക്ക് വന്നപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് 4-5 കൂട്ടം കറി മാത്രം കൊടുത്തു വിട്ടിരിക്കുന്നു. ഒരു ദിവസം എൻ്റെ കൂടെയുള്ള പെൺകുട്ടികൾ പറഞ്ഞു, സിസ്റ്ററെ നാളേക്ക് ഒരു തരി വിറകില്ല. രാത്രി 9:30 മണിക്ക് എന്നോട് പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. നേരം വെളുത്തപ്പോൾ ഒരു സ്ത്രീ ഒരു വലിയ കെട്ട് ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് കെട്ടി ഞങ്ങളുടെ നടക്കലയിൽ വെച്ചിട്ട് പോയി. ഞങ്ങളുടെ ആദ്യത്തെ ഭവനത്തിൽ ഞങ്ങൾ 9 പേരായി കഴിഞ്ഞപ്പോൾ ഒരു പാവിരിക്കാൻ പോലും സ്ഥലമില്ലാതായപ്പോൾ കുറച്ചുകൂടി വലിയ വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു. അവിടെ രോഗികളും കുട്ടികളും അടക്കം 28 പേരായി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഇനി എവിടെ പോകുമെന്ന് കരുതിയിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ദാനമായി ലഭിച്ചു. ആളുകൾ കൂടുന്നതനുസരിച്ച്, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പരിപാലനയും വർദ്ധിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. 2 ചെറുപ്പക്കാർ വന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് ഇവിടെ കമ്പിയാണോ സിമെൻ്റാണോ വേണ്ടത്? അതുവരെ കോട്ട കമ്പിയും സിമെൻറ്റും ഉപയോഗിച്ച് കെട്ടിടം പണിതുകൊണ്ടിരുന്നുകൊണ്ടും ഇവരെന്നെ കൊണ്ട് ബ്ലാക്കിൽ എടുപ്പിക്കാനുള്ള പണിയായിരിക്കും എന്ന് കരുതി ഞാൻ പറഞ്ഞു, എനിക്ക് കമ്പിയും വേണ്ട സിമെൻറ്റും വേണ്ട. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ അടക്കത്തിൽ പറഞ്ഞു, സിസ്റ്ററെ വെറുതെ തരാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കമ്പിയും വേണം സിമെൻറ്റും വേണം. ഒരു മുറി കൂട്ടിയെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പള്ളിക്കുന്നേലച്ചൻ ഒരു 22 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ വാങ്ങി തന്നു. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന് വെളിയിൽ ജോലി കിട്ടി. അവൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സിസ്റ്ററെ ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ഇനി എന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ വീട് പണിയാനുള്ള ഉരുപ്പിടികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കേടുവന്നു പോകും. കുറേയേറെ സിമെൻറ്റ് ഇഷ്ടിക പിടിച്ചതും പലകയും എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ഞാനിഞ്ഞ് കൊണ്ടുവന്ന് തന്നാൽ സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ മാനസിക രോഗികളുടെ ആദ്യത്തെ കെട്ടിടം പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ദൈവപരിപാലനെ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. അവന് വിജയത്തിൻ്റെ കഥ മാത്രമേ പറയാനുണ്ടാവൂ. ദൈവത്തിൻ്റെ സ്നേഹത്തിനും പരിപാലനയ്ക്കും അതിരുകളോ പരിധികളോ ഇല്ല. ഞങ്ങളുടെ ഭവനത്തിനും ഗേറ്റുകളും മതിലുകളുമില്ല. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ മേരി ഡാനി, കാരക്കുന്നം പ്രോവിഡൻസ് ഹോമിൻ്റെ സുപ്പീരിയർ. ഞങ്ങളുടെ ഫൗണ്ടേഴ്സായ ലിറ്റിയമ്മയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്.
ലിറ്റിയമ്മയുടെ കൂടെയുള്ളൊരു ജീവിതം ഞങ്ങൾക്കെന്നും മാതൃകയായിരുന്നു. ലിറ്റിയമ്മയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങൾക്കെന്നും പ്രചോദനം നൽകുന്നതായിരുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മുഴുവൻ സമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എന്ത് ജോലി ചെയ്താലും അതിനൊരു മടുപ്പുമില്ലാതെ വന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നത്. വിശുദ്ധരെയും അത് പരിശുദ്ധ അമ്മയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് മദർ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലും നമ്മൾ ഇപ്പോൾ ജോലി ചെയ്ത് മടുത്ത് ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് വരുന്ന സമയങ്ങളെല്ലാം ഞങ്ങൾ നോക്കുമ്പോൾ അമ്മ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്നിരുന്നത് ഞങ്ങളുടെ അമ്മയായിരുന്നു. ചങ്കാണ് എന്റെ ചങ്കാണെന്നീശോ, ചങ്കിലച്ചോരുതെന്ന് എന്നെ സ്നേഹിച്ചവനീശോ, തീയണയ്ക്കാൻ എന്റെ നെഞ്ചില് തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുക്കെന്റെ ഈശോ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ ഈശോ, ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ ഈശോ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുല വേളകളിൽ എന്നും ആശ്വാസമേ അവൻ താൻ. ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും കൂട്ടുപിടിച്ച വ്യക്തിയാണ് ലിറ്റിയമ്മ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എന്ന തിരുവചനത്തെ മാംസം ധരിക്കുകയും അത് ജീവിതമാക്കി മാറ്റുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ലിറ്റിയമ്മ. കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ മരിച്ചവനെ അനുയാത്ര ചെയ്ത അമ്മ ജീവിതമാകെ ശുശ്രൂഷിച്ചത് ആ ഈശോയെ തന്നെയായിരുന്നു. മദർ രൂപം കൊടുത്ത ഈ സമൂഹത്തിൽ അംഗമാകുവാൻ സാധിച്ചതും മദർ കാണിച്ചു തന്ന വഴിത്താരയിലൂടെ നടക്കുവാൻ സാധിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. എല്ലാ പുണ്യങ്ങളും അടങ്ങിയിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ലിറ്റിയമ്മ. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രകൃതം. ആര് സഹായത്തിന് വന്നാലും സഹായിക്കാൻ വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞയക്കുമായിരുന്നു. പ്രാർത്ഥനയും ദൈവപരിപാലനയിലുള്ള ആഴമായ വിശ്വാസവും ഏകാന്തതയോടും ധ്യാനത്തോടുമുള്ള മദറിൻ്റെ അടുപ്പം ഞങ്ങൾക്കെന്നും പ്രചോദനമാണ്. 2014 മദറിന് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ എന്തെങ്കിലും അസാധാരണമായത് സംഭവിച്ചു എന്ന് കരുതാത്ത വിധം ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് മദർ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വിസ റെഡിയായി, ഇനി ടിക്കറ്റ് മാത്രമേ കിട്ടാനുള്ളൂ എന്ന്. ലിറ്റിയമ്മ താൻ ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും അമ്മയുടെ ജീവിതം സാധാരണ പോലെയായിരുന്നു. 2016 നവംബർ 5 നിത്യസമ്മാനം നേടുവാനായിട്ട് നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവസാനിക്കാത്ത ആ സ്നേഹമാണ് ഞങ്ങളുടെ ലിറ്റിയമ്മ. തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയ മദർ സ്വർഗീയ മണവാളിൻ്റെ സവിധത്തിലേക്ക് പോയെങ്കിലും മദറിനെ കുറിച്ചുള്ള മരിക്കാത്ത ഓർമ്മകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. നല്ല ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ച് നിത്യതയിലേക്ക് കടന്നുപോയി ഇന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന മദറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ വിനീത പ്രണാമം. അതുപോലെ തന്നെ മദറിൻ്റെ മരിച്ച് അടക്കുന്ന സമയങ്ങളിലെല്ലാം ഒത്തിരി പേര് ആ ഫ്യൂണറിന് കടന്നു വന്നിരുന്നു. കുന്നന്താനം കവല മുതൽ പുതുജീവൻ ചാപ്പൽ വരെ മദറിൻ്റെ ആ നഗരി കാണിക്കൽ തുടർന്നു. ഒപ്പം ധാരാളം പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അതുപോലെ ധാരാളം ജനങ്ങളും ഈ ഫ്യൂണറിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നിരുന്നു. ഇന്നിപ്പോൾ മദറിൻ്റെ നാമകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മദർ മേരി ലിറ്റിയും 6 അംഗങ്ങളുമായി ആരംഭിച്ച 47 വർഷം മുമ്പ് ആരംഭിച്ച ഞങ്ങളുടെ ഈ സന്യാസ സമൂഹം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു. മദർ പറയുന്ന ഓരോ വാക്കുകളുണ്ട്, ദൈവപരിപാലനയിൽ ഒരിക്കലും അവിശ്വസിക്കരുതെന്ന്. ഞങ്ങളുടെ ജീവിതാനുഭവത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സാന്നിധ്യ സഹകരണവും
പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരക്കുന്നം PV കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു അണയരുതാത്ത ദീപങ്ങൾ. കടലിലെ കലയുടെ കലികയിൽ സ്നേഹത്തിൻ അമൃതം പകരും. കരളിലെ കലയുടെ കലികയിൽ സ്നേഹത്തിൻ അമൃതം പകരും. അമലോത്ഭവ മാതാവേ, അമലോത്ഭവ മാതാവേ, ഇലകളും പൂക്കളും പടരും വൃക്ഷങ്ങളും ഹരിതാപമാക്കുന്ന മാതാവേ, ഇരുളിൽ നിറദീപം നീയേ. അമലോത്ഭവ മാതാവേ, അമലോത്ഭവ മാതാവേ. അമ്മേ, അമ്മേ, എന്താ മോളെ? മോളെന്താ രാവിലെ കിടന്ന് പരക്കം വായുന്നത്? ഇന്നെന്താ ഓട്ടമത്സരം വല്ലതും ഉണ്ടോ ആശുപത്രിയില്? ഞാൻ ഈ കോട്ട് ഒന്ന് അയൺ ചെയ്തോട്ടെ. കാഷ്വാലിറ്റിയിൽ നിന്നും കോൾ ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എമർജൻസി കേസിന് കയറണം. നീ മാത്രമല്ലല്ലോ അവിടെ ഡോക്ടർ. മോള് സമാധാനത്തോടെ പോകാൻ നോക്ക്. അയ്യോ, അത് പറ്റില്ലമ്മേ. ഡോക്ടർമാർ വേറെ. എന്താ പൈലോച്ച, പത്രം നനഞ്ഞോ? ഒന്ന് പറയണം, ആ പത്രക്കാരൻ പയ്യനൊരു പണിയേ. പത്രം നനച്ചാണോ ആ പയ്യൻ തന്നത്? തന്നതോ? കൊള്ളാം, ബൗളിംഗ് അല്ലേ ബൗളിംഗ്. പത്രക്കാരൻ പയ്യൻ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് വന്ന വഴി പത്രം എടുത്തൊരു ഒറ്റ ഏറ്. ഞാനൊന്ന് ഒഴിഞ്ഞു മാറി കളഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ വിക്കറ്റ് തെറിച്ചേനെ. പത്രം വീണതോ കാറ് കഴുകാൻ കൊണ്ട് വെച്ച വെള്ളത്തിൽ. എവിടെയായിരുന്നു രണ്ടുപേരും കൂടി വെളുപ്പാങ്കാലത്ത്? എന്തിനു പോയോ, എവിടേക്ക് പോയോ, എനിക്കൊരു കിട്ടൂല. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, അവിടെ ചവിട്ട്, ഇവിടെ ചവിട്ട്. എന്താജ്ഞയാ, എനിക്ക് അനുസരിക്കാൻ കഴിയുമോ? ബ്രേക്കും ആക്സിഡന്റും എന്റെ കാലിലല്ലേ. എന്തിനാ പോയതെന്ന് പൈലോച്ചിന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? നല്ല കളി. അങ്ങനെ എങ്ങാനും ചോദിച്ചാലേ എനിക്ക് നല്ല ഓർമ്മ. അല്ല, 10-28 കൊല്ലം കുഞ്ഞു ഇവിടെ താമസിച്ചിട്ട് താമരശ്ശേരിയിൽ ചോദിച്ചിട്ട് സ്വഭാവം ഒന്നും പിടി കിട്ടിയില്ലേ? ഒത്തിരി പഠിച്ചതുകൊണ്ടാ ഇപ്പോ ഒന്നും അറിയാത്തത്. എപ്പോ എങ്ങനെ എന്ത് പറയുമെന്ന് മാതാവിന് മാത്രം അറിയാം. ശരി, പിന്നെ ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. അങ്ങോട്ട് ചെല്ലട്ടെ. ആഹാ, തേരാടി എത്തിയല്ലോ. എവിടെ യോദ്ധാവ്? ആ റബ്ബർ പുറയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ വരും. എല്ലാവരും അറ്റൻഷൻ. മോളെന്താ അതിരാവിലെ തയ്യാറായി? സമയം 9 മണി കഴിഞ്ഞില്ലേ അപ്പച്ച? 10 മണിക്കല്ലേ മോളുടെ ഡ്യൂട്ടി ടൈം? ആശുപത്രിയിൽ നിന്നും ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു, അതാ. മോള് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യാനാ? കർത്താവിന്റെ തീരുമാനം നിനക്ക് മാറ്റാൻ കഴിയുമോ? കർത്താവ് തീരുമാനിച്ചോട്ടെ അപ്പച്ച. പക്ഷേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? രോഗികളെ പരമാവധി ശുശ്രൂഷിക്കുകയാണ് ഒരു ഡോക്ടറുടെ കടമ. ഇതിനൊക്കെ ഒരു എത്തിക്സ് ഉണ്ട്. നീയും ഇതൊക്കെയാണോ പഠിച്ചു വച്ചിരിക്കുന്നത്? കാലം കഴിഞ്ഞവർ അവസാനിക്കുക തന്നെ ചെയ്യും. നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല. ഈ അച്ചായൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ദൈവകോപം ഉണ്ടാകും. ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി. അപ്പച്ച, വൈകിട്ട് വേഗം എത്താം. വണ്ടി ഷെഡ് കൂട്ടിയിട്ടപ്പോ തന്റെ പണി തീർന്നല്ലേ? ചാറ്റമഴയത്ത് ഓടി വന്ന വണ്ടിയാ. വെള്ളവും ചെളിയും തെളിച്ച് എത്ര വൃത്തിയുണ്ടായിട്ടാ കണ്ടോ? 2.5 കോടിയുടെ പെൻസ. ഞാൻ വണ്ടി കഴുകാൻ തയ്യാറാവുകയായിരുന്നു. വേണ്ട, തൽക്കാലം
തന്നെ പോർച്ച് കിടക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് പോയി സോഫി മോളെ ആശുപത്രിക്ക് ഉണ്ടാക്കിയിട്ട് വാ. പിന്നെ മതി വൃത്തിയാക്കൽ. ശരി. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് ചേട്ടാ. അച്ഛൻ ഊരിൽ തന്നെ ഇറങ്ങിയിട്ടായിരിക്കും അല്ലേ? ഒരു ഇടവക വികാരി എന്ന നിലയിൽ ഇടവകയിലെ വീടുകളിൽ നിന്ന് സന്ദർശിക്കണ്ടേ ചേട്ടാ. കഴിഞ്ഞ ദിവസം ആ റോഡിന്റെ അപ്പുറം വരെ എത്തിയായിരുന്നു. ഓരോ ഭവനത്തിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും കേട്ട് സമയം ഏറെയായിരുന്നു. മാത്രമല്ല ചോദിച്ചതോടെ ഉണ്ടായിരുന്നു. വർക്കിച്ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാറ് കടന്നു പോകുന്നത് കണ്ടു. അതുകൊണ്ട് അന്നേരം തിരിച്ചുപോയി. നാട്ടുകാരെന്ന് മലമുറയിലൂടെ അച്ഛൻ ഇത്തരം കാര്യങ്ങളൊന്നും സമയം ആഗ്രഹിക്കുന്നതാണ് നല്ലത്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമുക്ക് പുറംതിരിഞ്ഞ് നിൽക്കാൻ കഴിയുമോ ചേട്ടാ? നൂറ്റാണ്ടുകളായി നിങ്ങളൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ. എന്നിട്ടിപ്പോ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? കാലാകാലങ്ങളായി മനുഷ്യവർഗത്തിനിടയിൽ ഓരോ ദുർനിമിത്തങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. കുലം മുടിയുന്ന ഈ ദുർനിമിത്തങ്ങൾക്കെതിരെ ജാഗരൂകരാകേണ്ടവരാണ് നമ്മൾ. ഈ ലോകത്തിൽ പലപ്പോഴും പലതും പ്രത്യക്ഷപ്പെടും. വംശനാശം സംഭവിക്കും, കുറെ പേര് മരിക്കും, കുറെ പേരോട് ജീവിക്കും. അതിന് നമ്മളെന്ത് ചെയ്യാനാണ്? മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ നേരെ നാം പ്രബുദ്ധരായില്ലെങ്കിൽ നാം അനുഭവിക്കേണ്ടി വരും. ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്ത, സ്ഥിരബുദ്ധിയില്ലാത്ത തലമുറ ഈ ലോകം നശിപ്പിക്കും. കുറെ നശിക്കട്ട. എല്ലാ ഭാരവും കൂടി നമ്മുടെ തലയിൽ കയറ്റി വെച്ച കഴുത്തൊഴിയും. അത്ര തന്നെ. ചോദിച്ചേട്ടനോട് എനിക്ക് മറ്റൊരു പ്രധാന കാര്യം. അച്ഛൻ പറഞ്ഞു വരുന്നത് കവറിയിലെ ബാറിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് ചേട്ടാ. ഒരു വശത്ത് സ്കൂളും മറുവശത്ത് അമ്പലവും അതിൻ്റെ എതിർവശത്ത് പള്ളിയും ഒക്കെയുള്ള ഒരു നാലും കൂടി ജംഗ്ഷനാണത്. നിങ്ങൾ പരാതിയുമായി ചെന്ന വിവരം MLA അറിയിച്ചിരുന്നു. എന്തിനാണോ ഈ കുഞ്ഞാടിനെ ഇത്ര വിഷമിപ്പിക്കുന്നത്? ഇന്നലെ തന്നെ അവിടെ നിന്ന് മദ്യപിച്ചിറങ്ങിയവരിൽ ചിലർ കോളേജിൽ നിന്നും വന്ന കുട്ടികളോട് അപമര്യാദയായി പെരുമാറി. ബാറിനെതിരെ നാട്ടുകാര് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ തയ്യാറാക്കുകയാണ്. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. അച്ഛൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? അച്ഛൻ ഇടവകയിലെ കാര്യങ്ങളും പള്ളിക്കാര്യങ്ങളും നോക്കിയാൽ പോരെ. നാട്ടുകാര്യങ്ങളൊക്കെ നോക്കാനേ ഞങ്ങളൊക്കെ എവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവണമല്ലോ. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അച്ഛനും നാട്ടുകാരും കൂടി ചേർന്ന് ആവുന്നതൊക്കെ ചെയ്തോ? അപ്പോ ഈ താമരശ്ശേരി ജോലിസിനാരാണെന്ന് അച്ഛനറിയും. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഈ കളി കണ്ട് എന്റെ മനസ്സ് തകർന്നു. വിഷമിക്കില്ല ചേട്ടത്തി. എല്ലാ സമസ്യകൾക്കും ദുഃഖങ്ങൾക്കും ഉത്തരമായി ഈശോ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടുത്തെ ദുഃഖത്തിന് തീർച്ചയായും ഒരു വിരാമം ഉണ്ടാകും. സുഭാഷേ, എന്റെ OPയിൽ ഒരു കുട്ടി ഛർദ്ദിച്ചു. ഞാനതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനൊക്കെ ക്ലീനിങ് സ്റ്റാഫിന്റെ ഇവിടെ. അതൊന്നും കാര്യമാക്കണ്ട സുഭാഷേ. അല്പം ഡെറ്റോളോ ലോഷനോ ഒഴിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാം ഡോക്ടർ. അത് ചെയ്യരുതായിരുന്നു. അതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സുഭാഷ് അതൊന്നും കാര്യമാക്കണ്ട. ശരി ഡോക്ടർ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഹലോ, സർജറിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്തെന്ന് കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു സോഫിയ ആ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടായിരുന്നല്ലോ. മനസ്സിലൊരു പിടച്ചിലുണ്ടായിരുന്നു. പിന്നെ ഹേമചന്ദ്രൻ സാർ അടുത്തുണ്ടായിരുന്നത് ഒരു ബലമായിരുന്നു. ഹീസ് എ ലെജൻഡ്. എന്റെ പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അതുണ്ടെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ എന്നെ അത്യാവശ്യമായി നേരിൽ കാണണമെന്ന് പറഞ്ഞത്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പറയണോ? അപ്പച്ചൻ ഇന്നലെ നമ്മുടെ വിവാഹകാര്യം വീട്ടിൽ സംസാരിച്ചിരുന്നു. നല്ല കാര്യമല്ലേ? സോഫിയുടെ അപ്പച്ചൻ ഇന്നലെ ആ വിഷയം എൻ്റെ പപ്പയോടും സംസാരിച്ചിരുന്നു. അവിടെയും എതിർപ്പൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എത്ര കൊതിച്ചിരുന്നൊരു വാർത്തയാണിത്. പക്ഷേ എന്തുണ്ടായിരുന്നു? ഇനി എനിക്കതിനാവില്ലടോ. എന്തിന്? വിവാഹം അതെന്നെ കൊണ്ടാവില്ല. നീ തമാശ പറയാമോ? ഇത് തമാശയല്ല. എനിക്ക് വിവാഹിതയാകാൻ കഴിയില്ല. അതെ, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് മാറി. നോക്കൂ സോഫി, നമ്മൾ കുഞ്ഞിനെ പരിചയപ്പെട്ടതാണ്. ഒന്നിച്ച് വളർന്ന്, ഒന്നിച്ച് പഠിച്ച്, പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു. പക്ഷേ ഒരിക്കലും പരസ്പരം ഇഷ്ടം പങ്കുവച്ചിട്ടില്ല. എങ്കിലും എനിക്കറിയാം, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. നീ എൻ്റേത് മാത്രമാണ്. ആ സ്വപ്നം കണ്ടാണ് ഞാൻ വളർന്നത്. അതെനിക്കറിയാമോ. നിന്നോട് എന്നെ മനസ്സിലാക്കിയവർ ഈ ലോകത്തില്ല, എൻ്റെ അമ്മ പോലും. പിന്നെ എന്താണ് നീ ഇങ്ങനെ? രണ്ടുപേരുണ്ടല്ലോ. നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആരാണ് ഞങ്ങൾ? ഞാനും വക്കീലും. പിന്നല്ലാതെ സന്ധിച്ച വന്നിട്ടുണ്ടോ? ഞാൻ മോളെ ഇവിടെ ആക്കിയിട്ട് വീട്ടിൽ ചെന്നപ്പോ അവിടെ നിൽക്കുന്നു നമ്മുടെ വക്കീൽ. ഉടനെ പോകണം പോലും. മോളെ കണ്ടിട്ട് പോകാൻ വന്നതാ. ഞാനിവിടെ ഉണ്ട് പെണ്ണേ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താണോ, ആശുപത്രിയിലാണോ റൊമാൻസ്? ഞാൻ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് പെണ്ണേ. മിനിഞ്ഞാന്ന് രാത്രി തിരുവനന്തപുരം വരെ പോയതാണ്. NH-ലൂടെയാണ് പോയത്. അതുകൊണ്ടാണ് വീട്ടിൽ കയറാതിരുന്നത്. ഒരു കേസിന്റെ കാര്യം ഉണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയി. ഇന്ന് തന്നെ കൊച്ചിക്ക് പോകണം. നിങ്ങളെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. പിന്നെ ഡോക്ടർ സാറേ, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അപ്പച്ചനെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ അത് നടക്കില്ലല്ലോ ശ്രദ്ധിച്ച. നടക്കില്ലേ? ആരുടെ തീരുമാനമാണിത്? എന്റെ തീരുമാനമാണ് ചായ. അല്ല ശ്രദ്ധിച്ച, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ മുരുകടിപ്പിക്കുകയായിരുന്നോ? നിങ്ങൾ ഇതുവരെ കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെ ശരിയായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഇപ്പോഴെന്തുണ്ടായി? ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. എന്റെ പെങ്ങളുടെ മനസ്സ് തീർന്നിട്ട് നിനക്ക് സുഖമായി ജീവിക്കാമെന്നാണോ കരുതുന്നത്? തീരുമാനം എന്റേതാണ്. എനിക്ക് വിവാഹം പറ്റില്ല. എന്താണ് കാരണം? മാനസികമായി ഞാനൊരു സന്യാസിനിയായി മാറിക്കഴിഞ്ഞു ചായ. ദൈവത്തിന്റെ പാതയിലേക്കാണ് ഇനി എന്റെ സഞ്ചാരം. എന്തൊരു കോപ്രായമാണിത്. അപ്പച്ചനെക്കാനും അറിഞ്ഞാലുണ്ടല്ലോ. സന്ധിച്ച, ആദ്യം നിങ്ങളുടെ സഹോദരിയുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം. അവൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഞാൻ. എത്രയെത്ര സ്വപ്നങ്ങൾ ഞാൻ നെയ്തു കൂട്ടി. എന്നിട്ടും ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കി ജീവിതം ഓർമ്മിക്കുകയാണ് ഞാൻ. നിങ്ങൾ സഹോദരനാണ്, കൂടെ പിറന്നു. എനിക്ക് കഴിഞ്ഞത് നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? കന്യാസ്ത്രീകൾ ഉണ്ടാകുന്നത് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ അപൂർവമൊന്നുമല്ലല്ലോ. മനസ്സിലാക്കിയിടത്തോളം സോഫി കർത്താവിന് മണവാട്ടിയായി കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് തോന്നുന്നു. നിങ്ങളവിടെ വിഷമിപ്പിക്കാതെ അനുകൂലമായി നിൽക്കണം. മോളെ, ഇച്ഛായ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ശരിയാണ് ചായ. എന്നെ പവിത്രമായ ആ ലോകത്തിലേക്ക് പോകാൻ അനുവദിക്കണം. നമ്മുടെ അപ്പച്ചൻ ഇച്ഛായ വേണം അപ്പച്ചനെയും അമ്മച്ചിയെയും സമാധാനിപ്പിക്കാൻ. റോബിൻ, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ത്യാഗം എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. അപ്പച്ചനെ സമാധാനിപ്പിക്കാൻ നീ കൂടെ ഉണ്ടാകണം. റോബിനോട്
എനിക്കൊരു അപേക്ഷയുണ്ട്. നീ താമസിയാതെ ഒരു വിവാഹം കഴിക്കണം. എങ്കിലേ എനിക്ക് സമാധാനമാകൂ. എന്ത്? ഞാനോ? വിവാഹമോ? എല്ലാം ദൈവേച്ഛ പോലെ. ചെയ്യാൻ അധികാരമില്ല. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം ഹോമിച്ച മാതാപിതാക്കൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ അവകാശമില്ലേ? സോഫിയ പ്രായപൂർത്തിയായ വ്യക്തിയാണ്. തീരുമാനമെടുക്കാൻ അവൾക്കാണ് അവകാശം. മോൻ നിയമം പറയുന്നു, പക്ഷേ നീ കൂടപ്പിറപ്പല്ലേ. നമ്മുടെ ആഗ്രഹം അതല്ലെന്ന് നിനക്ക് പറഞ്ഞുകൂടെ? ഞാനെങ്ങനെ പറയാൻ? ആ തീരുമാനം തെറ്റായിരുന്നെന്ന് എനിക്ക് തോന്നണ്ടേ? താമരശ്ശേരിയിൽ ജോയിച്ചൻ നാട്ടുകാർക്ക് കൊള്ളരുതാത്തവനാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെയായത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പച്ചന്റെ നല്ല വശങ്ങൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മച്ചി. അപ്പച്ചനെ ഞങ്ങൾ അനുസരിക്കാതിരിക്കുന്നതുമല്ല. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കുഞ്ഞുനാളിൽ അനുഭവിച്ച ജീവിത പ്രയാസങ്ങളാണ് അപ്പച്ചനെ ഇങ്ങനെയാക്കിയത്. അദ്ദേഹം നേരിട്ട സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് അദ്ദേഹം സാധിച്ചു. നിങ്ങളെ ദുഃഖമറിയാതെ വളർത്തി പഠിപ്പിച്ചു. എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാവരും ഓടിക്കും. എവിടെയെങ്കിലും പോയി വിളിച്ചോ. പുറത്തുനിന്ന് ഇടിയും വേണ്ടി കൊടുങ്കാറ്റ് വരുന്നുണ്ട്. എന്ത് പറ്റി പൈലോച്ച? ഏത് കൊടുങ്കാറ്റാ വരുന്നത്? താമരശ്ശേരി ചോദിച്ചൻ മതവിളകിയ വരുന്നത്. കണ്ണിൽ കണ്ടവരെയൊക്കെ ദ്വേഷിച്ചും തർക്കുത്തരം പറഞ്ഞു വരുന്നത്. ഞാൻ കുറെ തെറികൾ പുളിച്ചവർ കേട്ടുകേട്ട എന്റെ ചെവി തകർന്നു. ഈ ചെവി കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. എന്താ കാര്യം? ഇവിടുത്തെ കുഞ്ഞിനെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനും കന്യാസിനുമാരും പള്ളിക്കാരും കൂടെ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. എന്നെ കൈവിടല്ലേ അമ്മച്ചി. താമരശ്ശേരിയിൽ ചോദിച്ചൻ ചോരയും നീര് നൽകി സ്വന്തം വീട്ടിൽ വളർത്തിയ വിഷപ്പാമ്പുകൾ. നീയെല്ലാം കൂടി എന്നെ തോൽപ്പിക്കാൻ കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പച്ചനെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് നേടാനാണ്? അല്ലെങ്കിൽ തന്നെ അപ്പച്ചനെ എതിർപക്ഷത്ത് നിർത്താൻ ഞങ്ങൾ ആരാണ്? അത് തന്നെയാണ് എന്റെയും ചോദ്യം. എന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ ഇതുവരെ ഞാൻ വിജയിച്ചു. ഇനിയും എനിക്ക് വിജയിക്കണം. അപ്പച്ചൻ വിജയിക്കുക തന്നെ ചെയ്യണം. അതിന് അപ്പച്ചനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. പിന്നെ അതിന്റെ ലക്ഷണമൊക്കെ ഇപ്പൊ കണ്ടു തുടങ്ങിയല്ലോ. ചിറക് വളർന്ന് നിനക്കൊക്കെ സ്വയം മറക്കാൻ കഴിഞ്ഞപ്പോ താമരശ്ശേരി ചോദിച്ചൻ നിനക്കൊക്കെ വെറും കളിപ്പാവ. അപ്പച്ച, എന്റെ അപ്പച്ചൻ ഒരു നിമിഷം പോലും പരാജയപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ കണക്കൂട്ടുകൾക്കെതിരെ നിലകൊള്ളുന്ന നീയൊക്കെ എന്റെ ശത്രുവാണ്. അപ്പച്ച, ഞങ്ങളെ വളർത്തി പഠിപ്പിച്ച് വലിയവരാക്കാൻ അപ്പച്ചനും അമ്മച്ചിയും സഹിച്ച ത്യാഗം എല്ലാ നിമിഷവും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ അപ്പച്ചൻ ഒരു നിമിഷം പോലും ദുഃഖിക്കരുത്. അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ചില വഴിപിടിച്ച തീരുമാനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ചിന്തയുടെയും കാഴ്ചപ്പാടിന്റെയും കുഴപ്പമാണ് അപ്പച്ച. ആത്മാവിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കൂ. ഞാൻ തെറ്റുകാരിയല്ലെന്ന് അപ്പച്ചൻ അപ്പോൾ ബോധ്യമാകും. നീ തെറ്റുകാരി തന്നെയാണ്. അല്ലലറിയാതെ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും വല്ല കന്യാസ്ത്രീമഠത്തിന് പണം ഉണ്ടാക്കി കൊടുക്കാനല്ല. നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ ലക്ഷങ്ങളുടെ കണക്ക് വലുതും നിനക്കറിയുമോ? എല്ലാ കാര്യങ്ങളിലും പണം ഒരു അളവുകോലാക്കാൻ പറ്റുമോ അപ്പച്ച? എന്റെ അളവുകോല് പണം തന്നെയാണ്. നിനക്കൊക്കെ അത് വെറും പുല്ലായി തോന്നുന്നതേ. നീയൊക്കെ ജനിച്ച നാൾ മുതൽ ആവശ്യത്തിന് പണം കണ്ടു വളർന്നത് കൊണ്ടാണ്. അതൊന്നും പൂർവികർ എനിക്ക് തന്ന കുടുംബസ്വത്തൊന്നും ആയിരുന്നില്ല. എന്റെ ചോരയുടെയും വീർപ്പിന്റെയും വിലയാ. ആഹാ, ഇതാര്? സാക്ഷാൽ മിശിക തമ്പുരാനോ? എന്നെ അവിടെ തന്നെ നിന്നത്? കേറി വാ. അപ്പച്ച, മര്യാദയില്ലാതെ സംസാരിക്കാതെ. അങ്കിൾ പരിഹസിച്ചോട്ട് സന്നിച്ച. ലോകത്തിനു മുന്നിൽ ഞാനൊരു പരിഹാസപാത്രമാണ്. ഏത് ലോകം? കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നതാണോ ലോകം? റോബിനും ആ ലോകത്തോട് യോജിക്കുകയാണോ? നമ്മുടെ തീരുമാനം നന്മയിലേക്കുള്ള യാത്രയാണ്. എടീ, ഇവന്റെ അപ്പനില്ലേ കാവുങ്കൽ പത്രോസ്, അങ്ങേർക്ക് ഉണ്ടായിരുന്ന കുറെ സ്വപ്നങ്ങൾ. നിന്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി
ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം കുളമാക്കിയില്ലേ? അച്ചായൻ പിള്ളേരെ വിഷമിപ്പിക്കാതെ, തീരുമാനങ്ങളെല്ലാം ആയതല്ലേ. ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഈ ശാപവാക്കുകൾ? എല്ലാവരും കൂടി എന്നെ പിശാചിന് വിട്ടുകൊടുത്തിട്ട് നീയൊക്കെ ദൈവത്തിന്റെ സ്വന്തക്കാരായല്ലേ? കണ്ടോടെ, നമ്മുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനെത്തി. ദുഷ്ടനും ചതിയനുമായ ജോയിച്ചിന് പാപം നൽകാൻ സാക്ഷാൽ ഈശ്വരനെത്തി നമ്മുടെ വീട്ടിൽ. ചേട്ടാ, അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അങ്ങേക്ക് എന്നെ എന്തും പറയാം. എന്താണച്ചോ ഈ ഭാഗ്യം? താമരശ്ശേരിയിൽ ജോയിച്ചിന്റെ ശവം എന്നെ ശിക്ഷിക്കാൻ നിങ്ങളുടെ ആൾക്കാർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ആഹാ, അമ്മമാരുണ്ടല്ലോ. ഞാൻ പഠിപ്പിച്ച് ഡോക്ടറാക്കി എന്റെ മോളെ ഒരു കഴിവുമില്ലാത്ത നിങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണല്ലേ? കൊണ്ടുപോയിക്കോളൂ. വരൂ മോനെ, പരിശുദ്ധാത്മാവിന്റെ ലോകത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. കാലത്തിൻ്റെ രഥചക്രമുരുളുന്നു, ജീവിതതാളുകൾ മറിയുന്നു, കണ്ണീർ കുടഞ്ഞിട്ട പുസ്തകത്താളിലെ അക്ഷരം മായുന്നു, കണ്ണീർ കുടഞ്ഞിട്ട പുസ്തകത്താളിലെ അക്ഷരം മായുന്നു, ഋതുക്കൾ പലകുറി വന്നു മടങ്ങുന്നു, ദിനരാത്രങ്ങൾ പടിയിറങ്ങുന്നു, ഋതുക്കൾ പലകുറി വന്നു മടങ്ങുന്നു, ദിനരാത്രങ്ങൾ പടിയിറങ്ങുന്നു. കാലത്തിൻ്റെ രഥചക്രമുരുളുന്നു, ജീവിത താളുകൾ മറിയുന്നു. തനിക്ക് അനുസരണശീലം തീരെ പോരാ. താൻ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അനുസരിച്ചോ? അതെങ്ങനെ പോകാനാ? മേലാതിരിക്കുന്ന ജോയിച്ചിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? അണ്ണൻ കുഞ്ഞ് വരും വരെ ഞാനിവിടെ നിന്ന് അനങ്ങരുതെന്നാ കുഞ്ഞു പറഞ്ഞിരിക്കുന്നത്. എനിക്കെന്തോ മലമറിക്കുന്ന തീരുമുണ്ടെന്നാ അവള് ധരിച്ചു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കൂടി അനുസരിക്കേണ്ട എൻ്റെ ജോയിച്ച. കാലം മാറിയതൊക്കെ നമ്മളും അറിയണ്ടേ? മേജർ ഓപ്പറേഷനാണ് നടക്കാനിരിക്കുന്നത്. അതൊക്കെ കാലാകാലങ്ങളിലൊന്ന് നടക്കുള്ളൂ. ഇപ്പം ദയാനിധേയ കർത്താവ് എന്നെ രണ്ട് കൊട്ടുകൂട്ടി ഇരുത്തിയിരിക്കുമല്ലേ. കാര്യങ്ങളൊക്കെ അവിടുന്ന് തീരുമാനിച്ചോളാം എന്ന അറിയിപ്പാ. കുഞ്ഞാലികൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയുമോ? അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നല്ലതാ. ഞങ്ങളുടെ ജോയിച്ചൻ രക്ഷപ്പെടുന്ന ലക്ഷണമാ. നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നീ അന്വേഷിച്ചോ? ഞാൻ എപ്പോഴും അന്വേഷിക്കാറുണ്ട് അപ്പച്ച. അപ്പച്ചന് സ്ട്രെയിൻ കൊടുക്കണ്ട എന്ന് കരുതി അമ്മച്ചിയാണ് ഞാൻ വിളിക്കാറുള്ളത്.
തന്റെയൊക്കെ ശബ്ദം കേൾക്കാൻ ഈ ഉള്ളവന് ആഗ്രഹമുണ്ടോ? ഇനി കൂടെ കൂടെ അപ്പച്ചൻ ഞാൻ വിളിച്ചോളാം. കർത്താവിന്റെ മണവാട്ടിയാകാൻ വീട് വിട്ടുപോയവൾ കൂടെ കൂടെ എന്നെ വിളിക്കാറുണ്ട്. അവളെന്നെ ഇതുവരെ മറന്നിട്ടില്ല. പക്ഷേ ഞാനാണ് മറന്നു. അതെങ്ങനെയാ ചോദിച്ച കന്യാസ്ത്രീയായെന്ന് കരുതി അച്ഛനമ്മമാരെ മറക്കൂ? സോഫിയ മോൾ ആരെയും മറന്നിട്ടില്ല. എന്നും രാത്രി എന്നെ വിളിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞേൽപ്പിക്കും. ഞാൻ ഇന്നലെ പോയി മോളെ കണ്ടിരുന്നു. മോൻ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ അമ്മച്ചി. അതിരാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാ. വന്നിട്ട് പോയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ? എന്താ ഒരു അറിയിപ്പുമില്ലാതെ? അതെന്ത് വർത്താനാ? സണ്ണിമോളെ വീട്ടിൽ വരാൻ വല്ല അറിയിപ്പും വേണോ? അല്ല വൈലോച്ച, ഏറെ ജോലിയുണ്ടെന്നും പെട്ടെന്ന് വരാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് കഴിഞ്ഞ തവണ മോൻ പോയത്. ശരിയാ പൈലോച്ച, ഇന്ന് വരാൻ സമയമില്ലാതിരുന്നതാണ്. റോബിൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിന്ന് വന്നത്. എന്താ മോനെ? റോബിൻ എന്തു പറഞ്ഞു? ഞാനൊന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞു. റോബിൻ, സണ്ണിയ, ഞാൻ രാവിലെ തന്നെ എത്തി. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? എത്തി കഴിഞ്ഞോ? ശരി ശരി ശരി, വേഗം വാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കുഞ്ഞെ. അപ്പച്ചൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. തുഷാട്ടയാ, അന്നക്കുഞ്ഞ് മാത്രം പോരാ. ഒരു ചായ ഞാനും കുടിക്കട്ടെ. സണ്ണി വളരെ നേരത്തെ എത്തിയില്ലേ? സമയം ഒട്ടുമില്ല റോബിൻ. നാളെ ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട കേസുണ്ട്. 3 സ്ത്രീകളെ കൊന്ന ആ കേസില്ലേ? അറിയാം, ആ പ്രമാദമായ കേസല്ലേ? ചന്ദ്രശേഖരൻ സാറിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഞാൻ തന്നെ കൂടെ ഉണ്ടാവണമെന്ന നിർബന്ധമാണ് സാറിന്. കേസിന്റെ റെഫറൻസ് മുഴുവൻ എന്റെ കയ്യിലാണ്. സണ്ണിയിൽ നിന്ന് പോയിക്കോളൂ, പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് എന്നെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത്? അപ്പച്ചന്റെ കാര്യം പറയാനാണ്. പിന്നെ ഞാൻ കാർഡിയോളജിസ്റ്റ് ഡീറ്റെയിൽഡായി ടെസ്റ്റ് നടത്തി. 3 വർഷമായില്ലേ മെഡിസിൻ്റെ സപ്പോർട്ടോടെ പിടിച്ചു നിൽക്കുന്നു. ഇനി അങ്ങനെ അധികം നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓപ്പറേഷൻ തന്നെയാണ് വേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് താമസിപ്പിക്കുന്നത്? നമുക്ക് വേഗം നടത്താം. അമ്മച്ചി, റോബിൻ പറയുന്നത് ഇനി അമ്മച്ചൻ്റെ ഓപ്പറേഷൻ താമസിപ്പിക്കേണ്ടായിരുന്നു. സീനിയർ കാർഡിയോളജിസ്റ്റിൻ്റെ അഭിപ്രായമാണ്. പ്രിയമുള്ളവരെ, അടുത്ത ചെറിയ ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാകും. അതിനു മുൻപ് ഈ നാടകത്തിൻ്റെ ആരെങ്കിലും അണിയറയിലും പങ്കെടുക്കുന്നവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. കഥാപാത്രങ്ങളും അഭിനയിക്കുന്നവരും: അന്ന, ശ്രീമതി ബിന്ദു ജോയി വെളിയന്നൂർക്കാരൻ. ഡോക്ടർ സോഫിയ, മിസ് സ്നേഹ അനി പുത്തയത്ത്. ഡ്രൈവർ പൈലോച്ചൻ തോമസ് മാത്യു ചാത്തങ്കണ്ടം. താമരശ്ശേരിയിൽ ജോയിച്ചൻ ജിൻഡോ സെബാസ്റ്റ്യൻ പൈനാടത്ത്. ഫാദർ ജോസഫ് ജോൺ മാത്യു കന്നപ്പള്ളി. ഡോക്ടർ റോബിൻ ജസ്വിൻ ജോർജ് കാവുമുറം. അഡ്വക്കേറ്റ് സണ്ണി ആബേൽ തോമസ് ചാത്തങ്കണ്ടം. അറ്റൻഡർ സുഭാഷ് മാത്യു ചേന്നംപള്ളി. സിസ്റ്റേഴ്സ്: സിസ്റ്റർ ഡാനി, സിസ്റ്റർ ജ്യോതിസ്. അണിയറയിൽ നാടക രൂപാന്തരണം ശ്രീ കണ്ടല്ലൂർ മോഹൻ. ഗാനങ്ങൾ, കവിത ശ്രീ ചെമ്പഴന്തി ചന്ദ്രബാബു.
സംഗീതം ശ്രീ ജോൺസൺ പീറ്റർ. ആലാപനം ശ്രീ ജോൺസൺ പീറ്റർ, ശ്രീ തോമസ് മാത്യു ചാത്തങ്കണ്ടം. റെക്കോർഡിംഗ് വെണ്ണില കോതമംഗലം. റെക്കോർഡിസ്റ്റ് ജോബ് PJ. LED വാൾ സജി ഗാലക്സി മീഡിയ മൂവാറ്റുപുഴ. രംഗസജ്ജീകരണം സമർപ്പിത മൂവാറ്റുപുഴ. പ്രകാശ വിതരണം പത്മ സൗണ്ട്സ് വൈക്കം. പ്രകാശ നിയന്ത്രണം രാജപ്പൻ വൈക്കം. ശബ്ദം സോഫിയ സൗണ്ട്സ് വാരപ്പെട്ടി. അവർ സ്പെഷ്യൽ താങ്ക്സ് ഡെൽഫി ജോയ് വെളിനൂർക്കാരൻ. നാടക സംവിധാനം ജിജോ ജോർജ് മുടക്കൽ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാടകം തുടരുന്നു. അന്നെ, നീ എന്താ ഇത്ര ധൃതി കൂട്ടുന്നത്? കാര്യങ്ങളെല്ലാം സാവധാനം ചെയ്താൽ മതി. സന്ധ്യയ്ക്ക് മുൻപേ നമുക്ക് പോകണ്ടേ? വീടൊക്കെ വൃത്തിയാക്കണ്ടേ? വീടൊക്കെ എപ്പോഴേ വൃത്തിയാക്കി കഴിഞ്ഞു. സണ്ണിക്കുഞ്ഞ് 2 പേരെ അതിനൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നു. മുറ്റം നിറയെ മുല്ല, എല്ലാം വൃത്തിയാക്കി. അച്ചായൻ ഇവിടെ കിടന്നിട്ട് കൊതി തീർന്നില്ലെന്ന് തോന്നുന്നു. എന്തിനാണ് ഈ പരക്കം പാച്ചിൽ? ശീഘ്രം ഓടിയ മുയലും സാവധാനം എഴുന്ന ആമയും എത്തിച്ചേർന്നത് ഒരിടത്ത് തന്നെയല്ലേ? പിന്നെ ചോദിച്ചാ എങ്ങനെയുണ്ട് ഇപ്പോ? എന്നെ തെറി പറയാനുള്ള ആവതൊക്കെ ആയോ? താനിനി അതിനൊക്കെ സ്വപ്നം കണ്ടാൽ മതി. ഈ ജോയിനി അതിനൊന്നും ഇല്ലടോ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങും? ജോയിച്ചന്റെ സംസ്കൃതം കേൾക്കാതെ എനിക്കുറക്കം വരില്ല. താനെ ആരും കാണാതെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വാ. ഞാൻ തന്റെ ആഗ്രഹം നിറവേറ്റി തരാം. വീണ്ടും തുടങ്ങിക്കോ. എന്നാലും എങ്ങനെയുണ്ട് ചോദിച്ച? നെഞ്ചത്ത് നിന്ന് ഒരു ചാക്ക മണ്ണ് ഇറക്കി വെച്ച ആശ്വാസം. എനിക്കിപ്പോ ഒരു രോഗമില്ലടോ എന്ന് കരുതി ഉടനെ ഒരു എടുത്തുചാട്ടമൊന്നും വേണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആവാമായിരുന്നു. അപ്പച്ചന് പൂർണ്ണ വിശ്രമം കിട്ടാൻ വേണ്ടിയാണ് ഒരാഴ്ച കൂടി ഡോക്ടർ നിർദ്ദേശിച്ചത്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ താൻ രാവിലെ ഇവിടെ നിന്ന് പോയതാണല്ലോ. ഇപ്പൊ സമയം 4 മണി. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നമ്മുടെ ബാറൊക്കെ ഒന്ന് കാലിയാക്കുകയായിരുന്നു. അപ്പച്ചൻ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു. അത് തന്നെയാണല്ലോ നല്ലത്. നമുക്കിനി ഒരു വിഷക്കച്ചവടം വേണ്ട. അമ്പലവും പള്ളിയൊക്കെയുള്ള മുക്കാണ്. നമ്മളായിട്ട് ആ സ്ഥലത്തിന്റെ പവിത്രതയും സൂര്യവും നശിപ്പിക്കണ്ട. ജോസഫച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അവിടെ ചെന്നാൽ അപ്പച്ചനിപ്പോൾ അമ്പലകം. അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, താമരശ്ശേരിയിൽ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് എന്ന്. നല്ല കാര്യം മോനെ. പക്ഷേ നമ്മുടെ ബാറിൽ നിന്ന് പിള്ളേർക്കൊന്നും ജോലി നഷ്ടമാകരുത്. അവരെയൊക്കെ സൂപ്പർ മാർക്കറ്റിലെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ എനിക്ക് എന്നാണോ അവിടെ ജോലി തരാൻ പോകുന്നത്? പൈലോ ചേട്ടനാണ് മെയിൻ. ഓൾ ഇൻ ഓൾ, എല്ലാറ്റിനും ഒരു മേൽനോട്ടം. നല്ല ഒന്നാമത് ജോലിയാണല്ലോ. പിന്നെ അവിടെ എങ്ങാനും തന്നെ മണ്ഡലം കാണിച്ച ഞാൻ എന്റെ പഴയ സ്വഭാവത്തെ അങ്ങോട്ട് വരും. അയ്യോ ഇല്ലില്ല, ഞാനിനി പഴയ പൈലോ അല്ല. അല്ല, ഇവിടെ തന്നെ കൂടാനാണോ പരിപാടി? 6 മണി മുതൽ ഈ റൂം വേറെ ആരും ബുക്ക് ചെയ്തിരിക്കുക. നമുക്ക് ഒഴിയണോ അതോ ഇവിടെ തന്നെ കൂടാമെന്നോ? ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഫാദർ ജോസഫിനെയും നിന്നെയും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അച്ഛനെന്റെ പിന്നാലെ ഉണ്ട്, ഇപ്പൊ തന്നെ എത്തും. മോനെ, ഞങ്ങൾ പോകാൻ തയ്യാറായിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് എന്നെ മഹാവിപത്തിൽ നിന്ന് ആ ഡോക്ടറെ ഒന്ന് കാണണ്ടേ? കാണണം അച്ഛൻ, എനിക്ക് കാണണം. ഡോക്ടർ
അവളാണ്. സന്തോഷമായി മോളെ, അപ്പത്തിന് സന്തോഷമായി. എന്റെ അപ്പച്ചനെ കർത്താവ് കാത്തു. അകലങ്ങളിലെ ആ മഹാശക്തിയാണ് ഇതുപോലൊരു ഓപ്പറേഷൻ വിജയകരമായി നടത്താൻ എനിക്ക് ശക്തിയായത്. എല്ലാം എന്റെ കൺമുൻപിലായിരുന്നു അമ്മച്ചി. എന്റെ അപ്പച്ചന്റെ അകക്കണ്ണ് തുറക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തത് ഞാനായിരുന്നു എന്ന് സണ്ണിച്ചായനും റോബിനും അറിയാമായിരുന്നു. എല്ലാം ഒരു സസ്പെൻസ് ആകട്ടെ എന്ന് കരുതി. മക്കളെ, അറിവില്ലായ്മയുടെയും സമ്പത്തിന്റെയും ഇടയിൽ ഞാൻ അഹങ്കാരിയെ കഴിയുകയാണ്. ഞാനാണ് ശരി, എന്റേത് മാത്രമാണ് ശരി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. മനസ്സ് മുഴുവൻ ഇരുട്ടായിരുന്നു. എന്റെ മക്കൾ ഈ അപ്പച്ചന്റെ മനസ്സിൽ വെളിച്ചം വിതറി. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. എന്റെ മനസ്സിന് ഒരു ഭാരവുമില്ല. അന്ധകാരം ഒഴിഞ്ഞു പോയ എന്റെ മനസ്സ് ഇപ്പോൾ പാവനമായൊരു പൊയ്ക് പോലെയാണ്, നിർമ്മലമാണ്. ചിന്തകളാൽ അന്ധകാരജടിലമായിരുന്ന എന്റെ മനസ്സിൽ പ്രകാശത്തിന്റെ കൈത്തിരിവട്ടവുമായി വന്നത് എന്റെ മക്കളാണ്. അവരുടെ കൂട്ടാളിയായി ഈ ഡോക്ടർ. ഇനി നിങ്ങളുടെ കാലമാണ്. നന്മയിലേക്ക് വരും കാലത്തെ നയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളിലെ ഈ വെളിച്ചം ഒരിക്കലും അണയാതിരിക്കട്ടെ. നിങ്ങൾ അണയാതിരിക്കേണ്ട ദീപങ്ങളാണ്, അണയരുതാത്ത ദീപങ്ങൾ. യുവഹൃദയങ്ങളിൽ നറുതിരിവെട്ടം പൂത്തുചിരിക്കട്ടെ. നന്മകൾ വിടരും മനസ്സുകളിൽ സ്വപ്ന സുഗന്ധം നിറയട്ടെ. മഴവിൽ തൂവൽ ചിറകുള്ള മോഹം പറന്നുയരട്ടെ, പറന്നുയരട്ടെ.